السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي خلق الإنسان وعلمه البيان، والصلاة والسلام على سيدنا محمد المبعوث إلى كافة الأنام، وعلى آله وصحبه الذين نشروا الدين بين الأمم، والذين اتبعوهم بإحسان إلى يوم الثواب والألم. أما بعد. പ്രിയമുള്ള ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമമായ അസ്മാഉൽ ഹുസ്ന, ആ അസ്മാഉൽ ഹുസ്നയുടെ സവിശേഷതകളും അതിൻ്റെ ഫലങ്ങളും വിവരിക്കുന്ന ഒരു ചെറിയൊരു പഠന ക്ലാസ്സാണ് ഇതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ ഹദീസിൽ പറഞ്ഞതായിട്ട് കാണാം, ഇന്ന ലില്ലാഹി തിസ്അതൻ വതിസ്ഈന ഇസ്മ മിഅതൻ ഇല്ലാ വാഹിദ മൻ അഹ്സാഹാ ദഖലൽ ജന്ന. ഇന്നലില്ലാഹ്, തീർച്ചയായിട്ടും അല്ലാഹുവിനുണ്ട്, തിസ്അതൻ വതിസ്ഈന ഇസ്മ, 99 നാമങ്ങളുണ്ട് അല്ലാഹുവിന്. മിഅതൻ ഇല്ലാ വാഹിദ, 99 നാമങ്ങൾ അല്ലാഹുവിനുണ്ട്. മൻ അഹ്സാഹാ ദഖലൽ ജന്ന, അവകളെ വല്ലവനും കൃത്യമായി മനഃപ്പാഠമാക്കുകയും അവകളുടെ അർത്ഥം അറിഞ്ഞ് ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ ദഖലൽ ജന്ന, അവർക്ക് സ്വർഗം ഉറപ്പാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം. ഇസ്മ മാത്രം മനഃപ്പാഠമാക്കിയത് കൊണ്ട് കാര്യമില്ല. ആ ഇസ്മുകൾ മനഃപ്പാഠമാക്കുന്നതിന് പുറമെ അതനുസരിച്ച് അവന്റെ ജീവിതത്തിൽ പകർത്തണം. അങ്ങനെ പകർത്തിയാൽ മാത്രമാണ് ദഖൽ ജന്ന എന്ന ഗ്യാരണ്ടി മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുക്കുന്നത്. മറിച്ച് ഇസ്മ പഠിച്ചു, എല്ലാ തെറ്റുകളും ചെയ്തു എങ്കിൽ സ്വർഗം കൊണ്ട് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് മൻ അഹ്സാഹാ ദഖൽ ജന്ന എന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാനുള്ള കാരണം. അപ്പൊ മൻ അഹ്സാഹാ ദഖലൽ ജന്ന, അതെങ്ങനെയാണ് ജീവിതത്തിൽ പകർത്തുക? അള്ളാഹുവിന്റെ നാമങ്ങൾ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണല്ലോ. എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഇസ്മുകൾ പഠിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തൽ? എങ്ങനെയാണ്? ഉദാഹരണമായി, അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഒരു നാമമാണ് റഹ്മാൻ എന്ന നാമം. റഹ്മാൻ എന്ന് വെച്ചാൽ കാരുണ്യവാൻ, കരുണ ചെയ്യുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിന്റെ കാരുണ്യം വിശാലമാണ്. ഇൻഷാ അല്ലാഹ് ഓരോ ഇസ്മിനെ കുറിച്ചുമുള്ള അതിൻ്റെ പോരിശകളും അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതും ഹദീസിൽ പറഞ്ഞതുമൊക്കെ ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിൽ ഞാൻ വിവരിക്കും. ഉദാഹരണമായി പറയുന്നു, റഹ്മാൻ എന്നാൽ അതിൻ്റെ അർത്ഥം
കരുണ ചെയ്യുന്നവൻ, കാരുണ്യവാൻ എന്നാണ്. അപ്പോൾ അള്ളാഹുവിന്റെ റഹ്മാൻ, കരുണ ചെയ്യുന്നവൻ എന്ന വിശേഷണം നാം മനസ്സിലാക്കുമ്പോൾ ആ കാരുണ്യത്തിന്റെ ഒരു അംശം നമ്മിലുണ്ടായിരിക്കണം. അതാണ് ജീവിതത്തിൽ പകർത്തുക എന്ന് പറഞ്ഞാൽ. അതേപോലെ മറ്റൊരു ഉദാഹരണം, അള്ളാഹുവിന്റെ ഒരു വിശേഷണമാണ് ലത്തീഫ്. യാ ലത്തീഫു യാ അള്ളാഹ്. ലത്തീഫ് എന്ന് പറഞ്ഞാൽ വാത്സല്യവാൻ എന്നാണ് അതിന്റെ അർത്ഥം, മയം ചെയ്യുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അള്ളാഹുവിന് വാത്സല്യമുണ്ട്, മയമുണ്ട്, മമതയുണ്ട്. അപ്പോൾ ആ വിശേഷണം നമ്മുടെ സ്വഭാവത്തിലും ഉണ്ടായിരിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നതിന്റെ അർത്ഥം. അതേപോലെ അള്ളാഹുവിന്റെ മറ്റൊരു വിശേഷണമാണ് ജബ്ബാർ, പരമാധികാരി എന്നാണ് അതിന്റെ അർത്ഥം. പരമാധികാരമുള്ളവൻ, ജബ്ബാർ. അപ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ പരമാധികാരത്തിൽ നാം കൈകടത്തരുത്. അത് അള്ളാഹുവിന്റെ മാത്രമുള്ള ഒരു വിശേഷണമാണ് ജബ്ബാർ. ഇതുപോലെ അഹദ്, അള്ളാഹു ഒരുവനാണ് എന്നുള്ള വിശേഷണം അത് അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകമാണല്ലോ. എന്ന മാതിരി ജബ്ബാർ എന്ന് പറഞ്ഞാൽ പരമാധികാരി എന്നുള്ളത് അത് അള്ളാഹുവിന് മാത്രമുള്ള വിശേഷണമാണ്. ആ വിശേഷണത്തിൽ സൃഷ്ടികളായിരിക്കുന്ന നാം കൈകടത്താൻ പാടില്ല. ഇതാണ് മൻ അഹ്സാഹ ദഖലൽ ജന്ന. ഈ ഇസ്മുകളെ അവന്റെ ജീവിതത്തിൽ പകർത്തിയാൽ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം അതാണ്. വിശുദ്ധ ഖുർആൻ നോക്കിയാൽ ഖുർആനിൽ അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് വിവിധയിടങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. വലില്ലാഹി അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ എന്ന് ഖുർആനിൽ കാണാം. അള്ളാഹുവിന്റെ മനോഹരമായ നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ മുഖേന, ആ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവീൻ എന്ന് വിശുദ്ധ ഖുർആനിൽ കാണാം. അള്ളാഹുവിന്റെ നാമങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, റഹ്മാൻ. 99 നാമങ്ങളുണ്ട്, അറിയപ്പെട്ട നാമങ്ങൾ. അറിയപ്പെടാത്ത വിശേഷണങ്ങൾ അനവധിയുണ്ട്. അറിയപ്പെട്ട വിശേഷണങ്ങൾ 99 എണ്ണമുണ്ട്. അപ്പോ ആ വിശേഷണങ്ങളെ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞത്. ഉദാഹരണത്തിന് യാ റഹ്മാനു ഇർഹംനാ, യാ ഷാഫി ഇശ്ഫിനാ. അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ നാമങ്ങൾ വിളിച്ചുകൊണ്ട് അള്ളാഹുവിനോട് എന്ത് ചെയ്യുക? ചോദിക്കുക. യാ റഹ്മാനു, ഓ റഹ്മാനു റഹീമുമായ അള്ളാഹുവേ, ഇർഹംന, ഞങ്ങൾക്ക് നീ റഹ്മത്ത് ചെയ്യണമേ. യാ ഷാഫി, ഓ ശിഫ നൽകുന്നവനായ അള്ളാഹുവേ, ഇശ്ഫിന, ഞങ്ങൾക്ക് നീ ശിഫ നൽകണമേ. ഇങ്ങനെ അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ നാമങ്ങൾ വിളിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഹദീസിൽ ഒട്ടനവധി കാണാം. അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി വയാ കാശിഫൽ കുറബി മുജീബ ദഅവത്തിൽ മുൽതരീൻ റഹ്മാനദ് ദുനിയാ വൽ ആഖിറ അന്ത റഹ്മാനി ഫർഹംനി റഹ്മതൻ തുഗ്നീനി ബിഹാ അൻ റഹ്മതി മൻ സിവാക്. ഇങ്ങനെ റഹ്മാൻ എന്ന് പറഞ്ഞ നാമം വിളിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതുപോലെ അള്ളാഹുവിന്റെ ഓരോ നാമങ്ങളെയും വിളിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുക. വിശുദ്ധ ഖുർആനിൽ മറ്റൊരായത്തിൽ കാണാം, കുലിദുല്ലാഹ അവിദുർ റഹ്മാന അയ്യമ്മാ തദഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിനെ നിങ്ങൾ വിളിക്കുക, അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അവിദുർ റഹ്മാന, അല്ലെങ്കിൽ റഹ്മാനിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അള്ളാഹു എന്നോ റഹ്മാൻ എന്നോ നിങ്ങൾ വിളിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അയ്യമ്മാ തദഉ, നിങ്ങൾ എവിടുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിലും
എങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിലും ഫലവുൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് ഹുസ്നയായ മനോഹരമായിരിക്കുന്ന നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അസ്മാഉൽ ഹുസ്ന, അതിൻ്റെ പോരിശകൾ വലുതാണ്, അതിൻ്റെ ശ്രേഷ്ഠതകൾ വലുതാണ്. എല്ലാ ഔലിയാക്കന്മാരും ഔലിയാക്കന്മാരുടെ പദവിയിലേക്ക് എത്തിയത് ഈ അസ്മാഉൽ ഹുസ്ന കൊണ്ടാണ്. അത് ജീവിതത്തിൽ പകർത്തി അത് അനുദിനം കൊണ്ടുവന്ന് അങ്ങനെയാണ് എല്ലാ ഷെയ്ഖന്മാരും ഉന്നത പദവിയിലേക്ക്, എല്ലാ ഔലിയാക്കന്മാരും അവരുടെ ഉന്നത ശ്രേണിയിലേക്ക് എത്താനുള്ള കാരണം. ഇൻഷാ അള്ളാഹ് അസ്മാഉൽ ഹുസ്നയെ കുറിച്ച്, അതിൻ്റെ ഓരോ നാമങ്ങളെ കുറിച്ചും ഒരു ചെറു പഠനം, അതിൻ്റെ ഫായിദകൾ എന്താണ്, അത് ചൊല്ലിയത് കൊണ്ട് എന്താണ് നമ്മുടെ നേട്ടം, ഇതൊക്കെ വിശദീകരിക്കുന്ന ഒരു ക്ലാസ് നമുക്ക് ആരംഭിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നാം ഈ പറഞ്ഞതും കേട്ടതുമൊക്കെ നമുക്ക് ഒരു സ്വാലിഹായിരിക്കുന്ന അമലായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.